നീ നശിച്ചു പോട്ടെ, നീ നശിച്ചു പോട്ടെ എന്നൊരു ശാപവാക്കുച്ചരിക്കാറുണ്ട്. അല്ലെങ്കിൽ പടച്ചോന്റെ അതാപനക്ക് ഉണ്ടാവട്ടെ, റബ്ബിന്റെ ശാപം എന്റെ മേലുണ്ടാവട്ടെ എന്ന് ചിലര് പ്രയോഗം നടത്താറുണ്ട്. അള്ളാന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ലാ തലാഅനു, ഒരിക്കലും നിങ്ങൾ ശാപവാക്കുച്ചരിക്കരുത്. ബിലഅനത്തില്ല, അള്ളാഹുവിന്റെ ശാപം കൊണ്ട്, റബ്ബിന്റെ ശാപം നിനക്കുണ്ടാവട്ടെ എന്ന് ശാപവചനം കൊണ്ട് നീ ഒരാളോട് പറയാൻ പാടില്ല. വലാ ബിഗളബില്ല, റബ്ബിന്റെ കോപം എനക്കുണ്ടാവട്ടെ, റബ്ബിന്റെ ദേഷ്യം നിന്റെ നേരെയുണ്ടാവട്ടെ എന്നും നീ ഒരാളോട് പറയാൻ പാടില്ല. വലാ ബിന്നാർ, നിനക്ക് പടച്ചോ നരകം തരട്ടെ, നീ നരകത്തിലാണ് എന്നും ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല. അതിനർത്ഥം ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് ഒരുപക്ഷെ അവന്റെ ഖേദം കൊണ്ട് റബ്ബ് പുറത്തേക്കാം. ഈ ഹദീസിനെ നിർവചിക്കുന്ന ഉലമാക്കൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒരു പ്രേരണ കൊണ്ടോ മനസ്സിന്റെ ചില സമയങ്ങളിലുള്ള ചിന്തകളെ കൊണ്ടോ അവൻ അബദ്ധം പറ്റിപ്പോയേക്കാം, അവൻ തെറ്റ് ചെയ്തേക്കാം. ആ തെറ്റുകൾ പൊറുക്കാൻ പടച്ചോർ റെഡിയാകുമ്പോ നമ്മൾ പൊറുക്കൂല എന്ന മനോഭാവത്തോടുകൂടി അതിന്റെ പേരിൽ ശാപവാക്കുകളോ വേണ്ടാത്ത പ്രയോഗം